എനിക്കൊരു പട്ടിക വെട്ടിട്ടതല്ലേ മര്യാദക്കൊന്നും കണ്ണനിക്കാതെ പതിവിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടാലോ? വിത്ത് മീ അല്ല, ബിൽക്കീസിന് ഒരിക്കൽ അത് മതി. എനിക്കൊരു പട്ടിക വെട്ടിട്ടതല്ലേ മറ്റേ 1983 മാതിരി ചേട്ടാ ശരിക്കും ഗെറ്റ് റെഡി ഇപ്പൊ അങ്ങനെയൊക്കെ ഇപ്പൊ ആൾക്കാരെ വീഡിയോ ഇടാൻ അറിയോ? മതി. എനിക്ക് അങ്ങനെ അധികം എടി ആ സാധനത്തിന് മുക്കുന്നാക്കുന്ന ഞാൻ ലിപ്സ്റ്റിക് ഞാൻ ഇട്ടോളാം. ഇട്ടതുപോലെ അറിയണ എന്റെ ചെറുതായിട്ട് മൂക്കിലൊക്കെ പൊടി ടിന്നുണ്ട് കണ്ട. അതന്നെ കൊറേ കടി അവിടെ നോക്കുമ്പോ മേക്കപ്പ് മേക്കപ്പ് ഇച്ചിരി കൂടിയോ? മേക്കപ്പ് കൂടി പോയ ചേട്ടാന്ന് ഇങ്ങനെ ചോദിക്കണം കേട്ടോ അവന്റെ അടുത്ത്. എന്റെ അടുത്ത് എനിക്ക് അതിൽ എണ്ണം കൂടെ തരാം, അതെന്റെ ഇല്ല. അതിനി ആൾക്കാരുടെ കണ്ണടക്കടി ഞാൻ അത് വീഡിയോ എടുക്കുന്നത് ഒരാളുടെ മുഖത്ത് എല്ലാരും കൂടി പണിയുന്നു. മതി ഇങ്ങനെ നോക്കട്ടെ, കുറച്ചുകൂടെ കട്ടിക്കിട്ടോ. ഇച്ചിരി വാലിട്ടോ, വാലല്ലേ തുറക്കെ കിട്ടപ്പെട്ട ബിൽക്കിസേ. ചിരി വന്നിട്ട് സ്ഥിരം പരിപാടി. ചെയ്ത് കൊടുത്തരും നായെന്ന് എനിക്ക് പോവാൻ ഊപ്പിലാണ് ബ്ലോഗർ. എടി ഇവിടെ എന്നെ ചിരിപ്പിക്കുന്നു. കണ്ണിട്ട് കൃഷ്ണമണിട്ട് അനക്കരുത്. ഞാൻ നോക്കിയത് ഉൾക്കൊണ്ടിൽ നിന്നെ. പക്ഷെ ഇതായിരുന്നു എന്റെ ആർക്കിടെക്ചർ മാർവൽ. ഇത് ഇച്ചിരി കൂടുതലാ. ഇതില് വാലില്ല, ഇതില് വാലുണ്ട്. ഇത്രയും തന്നെ നിനക്ക് എന്റെ കയ്യിൽ നിന്ന് ചെയ്തിട്ട് എന്റെ കാര്യം എന്താ ഞാൻ വെച്ചത്. എന്റെ മുകളിലൊക്കെ നിന്ന് ചുമന്നിരിക്കും. മര്യാദക്കൊന്നും കണ്ണനിക്കാതെ പ്ലീസ് ഡൈലി. ഒരപാകത എനിക്ക് തോന്നുന്നുണ്ട്. ഫൈനൽ ടച്ചപ്പാണ് ഗൈസ്. നമുക്ക് ദരിദ്രമാണ്, അതാരണം കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യും. നമുക്കിത് മാത്രം നോക്കാൻ ചെളിയുള്ള തിരിഞ്ഞു നോക്കിട്ട് ഒരു ഷോട്ട് നമുക്ക് നമ്മുടെ സ്റ്റുഡിയോന്റെ വൈൽഡ് സ്പ്രേ. ഇറ്റ്സ് എ വൈൽഡ് നല്ല മണം. സ്റ്റൈലിഷ്. ഇപ്പൊ ഇല്ല, അടിപൊളിയായിട്ടുണ്ട്. നല്ല പെർഫ്യൂമിന്റെ മണമൊക്കെ അടിക്കുന്നു. ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ ആൻഡ് സോ എലഗന്റ്, സിംപ്ലി ഔട്ട്സ്റ്റാൻഡിംഗ്. എടി കണ്ണ് കണ്ടോ മുടി കണ്ടോ? എടുക്കാൻ മറന്നോ? വെച്ചിട്ട് പോകുന്നത് പറയണോ എടുക്കാൻ മറന്നത്? കൊണ്ടുപോകണോ ഞാൻ? ഐഡന്റിറ്റി ചോദ്യം ചെയ്യണം ഞങ്ങൾ.
സിഗ്മനെ തൊട്ട് കളിക്കല്ലേ